നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ദീപാവലി ആശംസകൾ. നാളെ ദീപാവലി ദിവസം കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിനു വേണ്ടി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം വർഷം മുഴുവനും പണവരവുണ്ടാകുവാനും പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ പണയത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വളരെ വേഗത്തിൽ തന്നെ തിരികെ എടുക്കുന്നതിനും ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചും നാളെ ദീപാവലി ദിവസം ചെയ്യേണ്ട എണ്ണ തേച്ചു കുളി അല്ലെങ്കിൽ അഭ്യംഗ സ്നാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ ദീപാവലി ദിവസം ചെയ്യേണ്ട എണ്ണ തേച്ചു കുളി അഥവാ അഭ്യംഗ സ്നാനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ദീപാവലി ദിവസത്തിലെ എണ്ണ തേച്ചു കുളിക്ക് ഗംഗാ സ്നാനം എന്നാണ് പറയുന്നത്. ദീപാവലി ദിവസം ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഇനി പറയുന്ന രീതിയിൽ എണ്ണ തേച്ചു കുളിച്ചാൽ ഗംഗാ നദിയിൽ സ്നാനം ചെയ്ത ഫലം ലഭിക്കുന്നതാണ്. ഗംഗാ സ്നാനം ചെയ്യുന്നതിന് എണ്ണ തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ വീട്ടിലുള്ള എല്ലാവർക്കും ആവശ്യമായ രീതിയിൽ നല്ലെണ്ണയൊഴിച്ച് ആ എണ്ണ ചൂടാകുമ്പോൾ അതിൽ 4-5 കുരുമുളകിടുക. കുരുമുളകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും വെറ്റില ഉണ്ടെങ്കിൽ ഒരു വെറ്റില ചെറുതായി കീറിയും അതിലേക്ക് ഇടാവുന്നതാണ്. വെറ്റില നല്ലതുപോലൊന്ന് മൂത്ത് വരുമ്പോൾ എണ്ണ അടുപ്പിൽ നിന്നും വാങ്ങാവുന്നതാണ്. ചിലയിടങ്ങളിൽ നല്ലെണ്ണ മാത്രമായിരിക്കും തേക്കുക. വെറും നല്ലെണ്ണ മാത്രമാണ് നിങ്ങൾ തേക്കുന്ന രീതിയെങ്കിൽ നല്ലെണ്ണ ചൂടാക്കി അങ്ങനെ തേക്കാവുന്നതാണ്. ദീപാവലി ദിവസം എണ്ണ ചൂടാക്കിയാണ് തലയിലും ദേഹത്തും പുരട്ടേണ്ടത്. എണ്ണയുടെ ചൂടൊന്നാറിയതിനു ശേഷം, അതായത് വിരൽ കൊണ്ട് തൊടാൻ പാകത്തിന് ചൂടാറിയ ശേഷം വേണം എണ്ണ തേക്കേണ്ടത്. ഇനി എങ്ങനെയാണ് എണ്ണ തേക്കേണ്ടതെന്നാൽ, വീട്ടിലെ മുതിർന്ന സ്ത്രീ എണ്ണ കയ്യിൽ വെച്ച് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും നല്ല ആരോഗ്യത്തോടും മനസമാധാനത്തോടും ലക്ഷ്മി ദേവിയുടെ സകല ഐശ്വര്യ നോട്ടത്തോടും അവിടുത്തെ കരുണയോടും നീണ്ട ദീർഘായുസ്, നിറഞ്ഞ സമ്പത്ത്, നല്ല പേര്, നല്ല പ്രശസ്തി ഇതെല്ലാം നൽകി സന്തോഷത്തോടെ ജീവിക്കാനും ഈ ഒരു വർഷം മുഴുവനും ഞങ്ങളുടെ കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കണമെന്നും മനസ്സുരുകി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ ആ ഈശ്വരനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം എണ്ണ വീട്ടിലുള്ള എല്ലാവരുടെയും തലയിൽ വെച്ചു കൊടുക്കുക. ദേഹം മുഴുവൻ എണ്ണ തേച്ച് കുളിക്കുന്നവർക്ക് ദേഹം മുഴുവൻ എണ്ണ തേച്ച് അരമണിക്കൂറിന് ശേഷം കുളിക്കാവുന്നതാണ്. ഇനി ദീപാവലി ദിവസം തലയിൽ എണ്ണ വെക്കുമ്പോൾ മുകളിൽ നിന്നും താഴോട്ടേക്കാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ കുളിക്കുമ്പോൾ ചെറു ചൂടുവെള്ളത്തിലുമാണ് കുളിക്കേണ്ടത്. നാളെ ദീപാവലി ദിവസം പുലർച്ചെ 3:30 മുതൽ 5:30 ഗംഗാ സ്നാനം നടത്താവുന്നതാണ്. ഇനി ഈ ഒരു സമയത്ത് ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ രാവിലെ 6 മണിക്ക് മുൻപ് തന്നെ കുളിക്കുവാൻ ശ്രദ്ധിക്കുക. ദീപാവലി ദിവസം ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ എണ്ണ തേച്ച് കുളിച്ചാൽ ഗംഗാ നദിയിൽ സ്നാനം ചെയ്ത ഫലം ലഭിക്കുന്നതിനോടൊപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടും പ്രവൃത്തിയാലും ചെയ്ത പാപങ്ങൾ ഇല്ലാതാകുകയും ഇനി പാപങ്ങൾ നമ്മളിൽ വന്നു ചേരാതിരിക്കുന്നതിനും ഗംഗാദേവി എനിക്ക് അനുഗ്രഹം നൽകൂ എന്നു പ്രാർത്ഥിച്ച് നമ്മൾ കുളിക്കുന്ന ചൂടുവെള്ളം ഗംഗാജലമായി സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് കുളിക്കുക. ദീപാവലി ദിവസം ഈ പറഞ്ഞ രീതിയിൽ അഭ്യംഗ സ്നാനം ചെയ്താൽ അടുത്തൊരു വർഷം വരെയും ശരീരത്തിന് നല്ല ആരോഗ്യവും ഉണർവും ലഭിക്കുന്നതാണ്. ഇനി വീട്ടിൽ പണവരവ് വർദ്ധിക്കുന്നതിനും അമിത ചിലവുകൾ ഇല്ലാതാകുവാനും പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനും പണയത്തിലുള്ള സ്വർണങ്ങൾ വളരെ വേഗത്തിൽ തിരികെ എടുക്കുന്നതിനും ദീപാവലി ദിവസം ചെയ്യേണ്ട പരിഹാരം എന്താണെന്ന് നോക്കാം. പൊതുവായി ദീപാവലി ദിവസം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും ലക്ഷ്മി പൂജകൾ നടത്തുന്നതിലൂടെയും വീട്ടിൽ ധനവരവ് അല്ലെങ്കിൽ പണവരവ് വർദ്ധിക്കുന്നതാണ്. എന്നാൽ ലക്ഷ്മി പൂജ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പരിഹാരം കൂടി ചെയ്താൽ പണവരവ് വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അമിതമായ പാഴ്ചിലവുകളും ഇല്ലാതായി സ്വർണം വാങ്ങുന്നതിനുള്ള യോഗം ഉണ്ടാകുന്നതാണ്. ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ 2 രീതിയിൽ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. അതിൽ ആദ്യത്തേത്, ദീപാവലി ദിവസം ഈ ഒരു പരിഹാരം പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്താൽ പുതിയ ആഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള വരുമാനം വർദ്ധിക്കുകയും അതിനുള്ള യോഗം നിങ്ങൾക്കുണ്ടാകുന്നതുമാണ്. ഇനി രണ്ടാമതായി,
പണയത്തിലുള്ള സ്വർണം വളരെ പെട്ടെന്ന് തന്നെ തിരികെ എടുക്കുന്നതിനുള്ള യോഗം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ദീപാവലി ദിവസം തുടങ്ങി തുടർച്ചയായി 9, 16 അല്ലെങ്കിൽ 21 ആഴ്ചകളിലാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത്. പരിഹാരത്തിനായി ഒരു വിളക്കാണ് ആവശ്യമുള്ളത്. പിച്ചളയുടെ വിളക്കോ അല്ലെങ്കിൽ മൺവിളക്കോ വെള്ളി വിളക്കോ എടുക്കാവുന്നതാണ്. നാളെ ദീപാവലി ദിവസം രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏതു വിളക്കാണോ എടുക്കുന്നത് ആ വിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് തിരിയിട്ട് കിഴക്ക് ദിശയിലേക്കോ അല്ലെങ്കിൽ വടക്ക് ദിശയിലേക്കോ ദീപം എരിയുന്ന രീതിയിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ വിളക്ക് വെച്ച് ദീപം കൊളുത്തുക. ദീപം തെളിയിച്ച ശേഷം 1 രൂപ നാണയം ആ വിളക്കിലേക്ക് ഇടുക. അതായത് വിളക്കിലെ എണ്ണയിലേക്ക് ഇടുക. സാമ്പത്തിക തടസ്സങ്ങൾ മാറി പണവരവ് വർദ്ധിക്കണമെന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനുള്ള യോഗമുണ്ടാകണമെന്നും പണയത്തിലുള്ള സ്വർണം എത്രയും പെട്ടെന്ന് തിരികെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരണമെന്നും ലക്ഷ്മി ദേവിയോട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഇനി ഈ ദീപം ഏകദേശം 1 മണിക്കൂർ കത്തിയിരിക്കേണ്ടതാണ്. 1 മണിക്കൂറിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ദീപം അണയ്ക്കാവുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ നാണയം എടുത്ത് നാണയത്തിലെ എണ്ണയെല്ലാം തുടച്ചു വൃത്തിയാക്കി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു ബൗൾ വെച്ച് അതിൽ ഈ നാണയം ഇട്ടുവെക്കാവുന്നതാണ്. അടുത്ത ആഴ്ച മുതൽ എല്ലാ വ്യാഴാഴ്ച ദിവസവുമാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത്. ഇതേ രീതിയിൽ തന്നെ പുതിയ 1 രൂപ നാണയം വിളക്കിലെ എണ്ണയിലേക്കിട്ട് ഈ പറഞ്ഞ രീതിയിൽ തന്നെ നാണയം ശേഖരിക്കുക. നിങ്ങൾ 9 ആഴ്ചയാണ് ഈ പരിഹാരം ചെയ്യുന്നതെങ്കിൽ 9 ആഴ്ചകൾ പൂർത്തിയാക്കിയ ശേഷം അടുത്ത വെള്ളിയാഴ്ച ദിവസം ഈ നാണയങ്ങളെല്ലാം ഒരുമിച്ചെടുത്ത് ഒരു ചെറിയ വെള്ളത്തുണിയിൽ കിഴികെട്ടി നിങ്ങൾ എവിടെയാണോ പണവും ആഭരണങ്ങളും വെക്കുന്നത് അവിടെ ഈ കിഴി വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സ്വർണ്ണാഭരണങ്ങൾ പുതുതായി വാങ്ങാനോ അല്ലെങ്കിൽ പണയത്തിലുള്ള നിങ്ങളുടെ സ്വർണങ്ങൾ തിരികെ എടുക്കുവാനുള്ള മാർഗവും ലക്ഷ്മി ദേവി തന്നെ കാട്ടിത്തരുന്നതാണ്. ധനം വർദ്ധിപ്പിക്കുന്നതിനും പ്രത്യേകിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുന്നതിനും വേണ്ടി ദീപാവലി ദിവസം ആരംഭിക്കുന്ന ഈ അതിശക്തിയാർന്ന പരിഹാരം പൂർണ്ണ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്താൽ വരുന്ന 1 വർഷക്കാലം വീട്ടിൽ പണവരവ് വർദ്ധിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങൾ സമ്പാദിക്കുന്ന പണം അമിതമായ പാഴ്ചിലവുകളില്ലാതെ ലക്ഷ്മി ദേവി സംരക്ഷിക്കുന്നതുമാണ്. ഇതിനെല്ലാം ഉപരി ഒരു തരി പൊന്നുപോലും പുതുതായി നിങ്ങൾ വാങ്ങിയിട്ടില്ല എങ്കിൽ ഈ ഒരു വർഷത്തിൽ ഒരു തരി പൊന്നെങ്കിലും വാങ്ങുവാനുള്ള യോഗവും ലക്ഷ്മി ദേവി നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇനി ഇതുകൂടാതെ പണയത്തിലുള്ള നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ അത് തിരികെ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരാനുള്ള യോഗവും ദേവി തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് നാളെ ദീപാവലി ദിവസം പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു പരിഹാരം ചെയ്യുക. ഇനി ദീപാവലി ദിവസം വ്രതം എടുക്കുവാനോ അല്ലെങ്കിൽ പൂജ ചെയ്യുവാനോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിലും നാളത്തെ ദിവസം ഒരു പാക്കറ്റ് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും മറക്കാതെ വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്ത് വെച്ച് ലക്ഷ്മി ദേവിയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഇതിലും ഉയർന്ന വസ്തുക്കൾ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് വ്രതമെടുക്കുവാൻ സാധിച്ചില്ല, ലക്ഷ്മി പൂജ ചെയ്യാൻ സാധിച്ചില്ല എന്ന് കരുതി മനസ്സു വിഷമിക്കാതെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ദീപാവലി വഴിപാടുകൾ ചെയ്ത് വരും വർഷങ്ങൾ ഞങ്ങൾക്ക് നല്ല വർഷമായി തീരണമെന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഉറപ്പായും ലക്ഷ്മി ദേവി സകല ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നതാണ്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.